ഹലോ ഡിയർ വ്യൂവേഴ്സ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്ന് പറയുന്നത് ആകെപ്പാടെ ആ ആഴ്ചയിൽ കിട്ടുന്ന ഒഴിവ് ദിവസമാണേ. അന്നത്തെ ദിവസം കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാ. അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാവാന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ തിരിച്ചു. എങ്ങോട്ടാണെന്നല്ലേ? ചട്നി മാമിയിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. എം സി റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ ഫുഡ് പിറ്റ് സ്റ്റോപ്പായ വഴിയോര കടയുടെ സിസ്റ്റർ കൺസേൺ പോലെ ഒന്നാണ് ചട്നി മാമി. വഴിയോര കടയിലെ മീനിന്റെയും താറാവിന്റെയും ഒക്കെ പ്രിപ്പറേഷൻസ് വളരെ ഫേമസ് ആണ്. ചട്നി മാമിയില് പക്ഷെ നമുക്ക് കിട്ടുന്നത് വെജിറ്റേറിയൻ ഡിഷസാ. ട്രിവാൻഡ്രത്ത് നിന്ന് എം സി റോഡ് വഴി ട്രാവൽ ചെയ്യുമ്പോൾ കിളിമാനൂര് എത്തുന്നതിന് മുൻപായിട്ട് പുളിമാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ചട്നി മാമി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചട്നി മാമിയിലേക്ക് പോവാം. അവിടെയുള്ള കൂടുതൽ വിശേഷങ്ങൾ കാണാം. ട്രിവാൻഡ്രത്തുനിന്ന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ചട്നി മാമി. വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ ആണ് അവർക്കുള്ളത്. അവിടെ തന്നെ വളരെ ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ചെടികളെന്ന് വെച്ചാൽ ജീവനാണ്. കർട്ടൺ ക്രീപ്പേഴ്സ്, പിന്നെ ചെറിയ ചെറിയ ഫൗണ്ടൻസ്, റോക്ക് അറേഞ്ച്മെന്റ്സ്, പിന്നെ കുറച്ച് സീറ്റിംഗ്, അങ്ങനെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങും ഹാർഡ്സ്കേപ്പിങ്ങും. ഒരു വശത്തായിട്ട് ചെറിയൊരു പാർട്ടി ഏരിയയോ കൺവെൻഷൻ സെന്ററോ എന്തോ ഒന്ന് വരുന്നുണ്ട്. പക്ഷെ അത് ഫുള്ളി ഫങ്ഷണൽ ആണെന്നും തോന്നുന്നില്ല. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. ഒരു സൈഡിലായിട്ട് കണ്ടില്ലേ, ഒരു ഒരു ചെറിയൊരു ബ്രിഡ്ജ്, അതിന്റെ വലതുവശത്ത് ഒരു വാട്ടർ ബോഡി. ലെഫ്റ്റ് സൈഡിൽ ഹട്ട്സിനകത്ത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാത്രിയിൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഇരുന്ന് ഡിന്നറൊക്കെ കഴിക്കുമ്പോൾ വേറൊരു പ്രത്യേക വൈബായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് അകത്തിരിക്കാനായിട്ട് ചെന്ന ഉടനെ സീറ്റ് കിട്ടിയില്ല കേട്ടോ. കുറച്ചു നേരം വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് എനിക്കൊന്നൊരു 5-10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അകത്ത് ഞങ്ങളെ കഴിക്കാൻ വിളിച്ചു. അകത്ത് കയറിയ ഉടനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ മുളകുകളാണ് കേട്ടോ. ചില്ലീസ് ഇങ്ങനെ ഫോൾ സീലിംഗിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. അകത്ത് രണ്ട് വലിയ വിൻഡോ ഉണ്ട്. ഒരു വിൻഡോയിൽ നിന്നുള്ള വ്യൂ ആണിത്. മെയിൻ റോഡിലേക്കും കാർ പാർക്കിംഗ് ഏരിയയിലേക്കുമാണ് വ്യൂ പോകുന്നത്. ഇത് വേറൊരു വിൻഡോയിൽ നിന്നുള്ള വ്യൂ ആണ്. ഒരു മല തുരന്നാണ് ഈ റെസ്റ്റോറന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ബാക്ക് സൈഡിൽ ഈ മലയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ വിൻഡോയുടെ അടുത്തിരുന്ന് കഴിക്കുമ്പം നല്ല രസമാണ്. അതൊരു ആംബിയൻസ് ആണ്. പിന്നെ മെനു കാർഡാണ് ഇത്. മെനുവിൽ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിംഗ് ആണ്. നമ്മൾ സ്ഥിരം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിൽ കാണുന്ന വിഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് പൊടി ഇഡ്ഡലി, സാമ്പാർ ഇഡ്ഡലി. ഇതിൻ്റെയൊക്കെ കൂടെ കേസരിയും 3 തരത്തിലുള്ള ചട്നികളും കിട്ടും. ഈ ചട്നിയുടെ കളറും സീലിംഗിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന ചട്നിയുടെ കളറും മാച്ചിങ്ങാ. ഇത് മാമിയാർ ദോശ എന്ന് പറഞ്ഞിട്ട് കുത്തനെ നിർത്തിയ ഒരു ദോശ. ഇത് പോരാഞ്ഞിട്ട് സാധാരണ പ്ലേറ്റിൽ ഇങ്ങനെ പരത്തിയിട്ടിരിക്കുന്ന ഒരു ദോശയുണ്ട്. അത് സാധാരണ പ്ലെയിൻ ദോശ. പക്ഷെ ഇതിന് രണ്ടിന്റെയും പിന്നെ ടേസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ പൂരിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വട വേണോന്ന് ചോദിച്ചിരുന്നു. ഞങ്ങൾ ആരും അങ്ങനെ വടയുടെ ഫാൻ അല്ല. അതുകൊണ്ട് വടയൊന്നും ഞങ്ങൾ ഓപ്റ്റ് ചെയ്തില്ല. ഇതെന്റെ ചെറിയ ആളാട്ടോ. വിയേർഡ് ഫുഡ് കോമ്പിനേഷൻ ട്രൈ ചെയ്യാൻ വേണ്ടി കേസരി ആൻഡ് പുതിന ചട്നി കഴിച്ചിട്ട് കൊള്ളത്തില്ല എന്ന് പറയുന്ന സീനാണ് ഈ കാണുന്നത്. ഞങ്ങളോടൊപ്പം ചേച്ചിയുടെ കുട്ടികളും ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിഷസ് ഓർഡർ ചെയ്യുകയും എല്ലാത്തിൽ നിന്നും ഒരു ബൈറ്റ് എടുത്ത് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കുകയൊക്കെ ചെയ്യാമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് ആഹാരം ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ വളരെ കുറച്ച് ആഹാരം കഴിക്കുന്ന ഒരു ഫുഡിയാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്ത പ്ലെയിൻ ദോശയാ. ഇതിന്റെ തന്നെ പകുതിയൊക്കെ ശരിക്കും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി പിന്നെ ബാക്കിയുള്ളവരെല്ലാരും കൂടിയൊക്കെ ഷെയർ ചെയ്ത് ഓരോ പീസൊക്കെ വെച്ച് കഴിച്ച് എങ്ങനെയെങ്കിലും തീർക്കുവാ ചെയ്തത്. എനിക്ക് കേസരി നല്ല ഇഷ്ടായി. പൊതുവെ ഈ കുത്തുന്ന മധുരമുള്ള സ്വീറ്റ്സ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. കേസരി അധികം മധുരം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ മുഴുവനും ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. കൊള്ളായിരുന്നു. ഇതെല്ലാം വാഷ് ഡൗൺ ചെയ്യാൻ ഒരു ഫിൽട്ടർ കോഫി, ഡബിൾ സ്ട്രോങ്, ഷുഗർ സെപ്പറേറ്റ്. അധികമൊന്നും കണ്ടിട്ടില്ലാത്ത ചുക്കുമല്ലി ടീ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പനി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തൊണ്ട വയ്യാതിരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ വീട്ടിലിട്ട് കുടിക്കില്ലേ, നല്ല ഒരു ചെറിയ എരിവൊക്കെ ഉള്ള ഒരു സ്വാദായിരുന്നു. പിന്നെ ശർക്കരയുടെ ആണെന്ന് തോന്നുന്നു, ഒരു ചെറിയ മധുരവും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമായത്. അതിന്റെ ചെറിയ മോൾക്കും നല്ല ഇഷ്ടമായി എന്ന് പറയുന്നു. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. വാഷ് ഏരിയ റെസ്റ്റോറന്റിന്റെ കൂടെ തന്നെയാണ്. അത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ.
പുറത്ത് അതിവിശാലമായ ഒരു വാഷ്‌റൂം അറേഞ്ച്മെന്റ് കൂടെയുണ്ട് ജെന്റ്സിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ എംസി റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ, റിലാക്സ് ചെയ്യാൻ, വാഷ്‌റൂം യൂസ് ചെയ്യാനും, പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് പിന്നെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്റ്റോപ്പാണ് ചട്നി മാമി എന്ന് എനിക്ക് തോന്നുന്നു. എന്റെയൊക്കെ കുഞ്ഞിലെ യാത്ര പോകുമ്പോൾ വാഷ്‌റൂം ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതെയൊക്കെ ഞാനൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള റെസ്റ്റോറന്റ്സ് ഒക്കെ ഇപ്പോൾ ഒരുപാടുള്ളത് കാരണം യാത്ര കുറച്ചുകൂടെ ഭേദമായി. ഇത് ഞങ്ങള് കഴിച്ച ബില്ലാണ്. എല്ലാവർക്കും കൂടെ കുറച്ച് പൈസയേ ആയുള്ളൂ. ഈ 5 കസിൻസ് നെല്ലിയാരാവത് കേട്ടിട്ടില്ലേ? അവരാണിവര്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനിയൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം. ടിൽ ദെൻ ബൈ ബൈ. സ്റ്റേ സേഫ്. ടാറ്റാ.